നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ ചോദ്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഓറിയൻറ്റഡ് മാത്രമായിട്ടുള്ള ചോദ്യങ്ങളല്ല ഡിസ്കസ് ചെയ്യുന്നത്. 10th പ്രിലിംസിലും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി തന്നെ കാണുക. ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്ന പ്രധാന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ, ക്ലോറോ ഫ്ലൂറോ കാർബൺ. ഇതിനെ ചുരുക്കിയിട്ട് CFC എന്നും പറയും. ഇനി താഴെ പറയുന്നതിൽ പൂർണ്ണമായും ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? മലേറിയ. മലേറിയ ഒരു കൊതുകജന്യ രോഗമാണ്. ഏത് കൊതുകാണ് മലേറിയ പരത്തുന്നത്? അനോഫിലിസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. ഇനി അതിൻ്റെ രോഗകാരി എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം പാരസൈറ്റ്സ് ആണ്. അതിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള മലേറിയൽ പാരസൈറ്റ് എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൾസിപാറമാണ്. പിന്നെ പ്ലാസ്മോഡിയം വൈവാക്സും കാണപ്പെടാറുണ്ട്. അപ്പോൾ അതാണ് ക്യാൻസർ, പ്രമേഹം, അമിതഭാരമൊക്കെ ജീവിതശൈലി രോഗങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന അസുഖങ്ങളാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവം. ഇത് ഈസിയുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻ എ കരൾ. അപ്പോൾ കരളാണ് പിത്തരസം, ബൈൽ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷ് പേര്. അപ്പോൾ കരളാണ് ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മളെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വൈറ്റമിൻ ഡി ആണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഓപ്ഷൻ എ. ഇനി പിങ്ക് റിബൺ ഏത് രോഗത്തിൻ്റെ ബോധവൽക്കരണ പ്രതീകമാണ്? ബോധവൽക്കരണ പ്രതീകമാണ് പിങ്ക് റിബൺ? സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസർ. ഇനി എയ്ഡ്സിൻ്റെ ബോധവൽക്കരണ പ്രതീകം ഏതാണെന്നറിയോ? അത് റെഡ് റിബൺ ആണ്. അപ്പോൾ റെഡ് റിബൺ എയ്ഡ്സും പിങ്ക് റിബൺ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് ഓർത്തിരിക്കുക കേട്ടോ, മാറിപ്പോരുത്. റെഡ് എയ്ഡ്സ്, പിങ്ക് ബ്രസ്റ്റ് ക്യാൻസർ. ഇനി കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കി വരുന്ന മരണാനന്തര അവയവദാന പദ്ധതി ഏത്? അത് ഓപ്ഷൻ ഡി ആണല്ലേ, പേരിൽ നിന്ന് തന്നെ കിട്ടും, മൃതസഞ്ജീവനി. ഇനി ഈ മൃതസഞ്ജീവനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണെന്നുള്ളത്. അപ്പോൾ ആരാണ്? മോഹൻലാലാണ് മൃതസഞ്ജീവനിയുടെ ഗുഡ്വിൽ അംബാസഡർ. ഇനി പാസ്കൽ നിയമം പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ 3 സിനാരിയോസ് വന്നിട്ടുണ്ട്. സിറിഞ്ചിൻ്റെ പ്രവർത്തനം, ഹൈഡ്രോളിക് ബ്രേക്കുകളിൽ, ദന്ത ഡോക്ടറുടെ കസേരയിൽ. അപ്പോൾ ഇത് 3ലും പാസ്കൽ നിയമമാണ് പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? നമുക്ക് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. എല്ലാം വ്യത്യസ്ത വേഗതയുള്ളവയാണ്. അത് തെറ്റാണ്. എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനും ഒരേ സ്പീഡാണുള്ളത്. ഇനി മൊബൈൽ ഫോണിൽ മൈക്രോവേവ്സ് ഉപയോഗിക്കുന്നു. അതും തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. മൊബൈൽ ഫോണിൽ ഏത് വേവ്സാണ്? റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണല്ലേ. ഇനി പ്രവേഗ വ്യത്യാസം വരുത്തുന്ന ഇലക്ട്രോണുകളിൽ നിന്നാണ് റേഡിയോ വേവ്സ് ഉണ്ടാകുന്നത്. അത് ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്ത ഓപ്ഷൻസ് വരുന്നത് 1ഉം 2ഉം ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്തത്, 20 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. ഈ വസ്തുവിൽ ചെയ്ത പ്രവൃത്തി എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ആൻസർ നോക്കുമ്പോൾ വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് എന്ന് പറയുന്നത്
കൈനറ്റിക് എനർജീസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജിയും ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടെത്തിയാൽ വർക്ക് എത്രയാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നിശ്ചലാവസ്ഥയിൽ നിന്നും 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഇനീഷ്യലായിട്ടുള്ള വെലോസിറ്റി 0 ആണ്. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നതും 0 ആവും. അപ്പോൾ നമുക്ക് ഫൈനൽ കൈനറ്റിക് എനർജി മാത്രം നോക്കിയാൽ ഇതിൽ വർക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 12mv² ആണ്. അപ്പോൾ മാസ് 20, വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 12 × 1/2 ഇൻറ്റു 20 × 20² എന്ന് വരും. എത്രയാണ് വരിക? 8000 അല്ലേ? 8000 പകുതി എന്ന് പറയുമ്പോൾ 4000 ജൂൾസ്. ഇതിൻ്റെ ഇക്വേഷന് നമ്മൾ PDF ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ PDF ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യും. അത് എല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കുക. ഇനി 2025 നോബൽ സമ്മാനം ലഭിച്ചവരുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത് ആര്? അപ്പോൾ ഇതിൽ ജോൺ എം മാർട്ടിനസ് ആണ് ഉൾപ്പെടാത്തത്. ജോൺ എം മാർട്ടിനസ് 2025 ഫിസിക്സിലെ നോബൽ ലോറേറ്റ് ആണ്. ആകി സുസുമി കിറ്റഗാവ, ഒമറയാഗി, റിച്ചാർഡ് ഡോബ്സൺ ഇവർ 3 പേരും 2025 കെമിസ്ട്രിക്ക് നോബൽ സമ്മാനം ലഭിച്ചവരാണ്. പാസ്കൽസ് ലോ എന്താണെന്നുള്ളതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, വളരെ ബ്രീഫായിട്ട്. ഇൻ ഷോർട്ട്, സിമ്പിളായിട്ട് പറഞ്ഞാൽ പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when pressure is applied to a liquid in a closed container, the pressure is transmitted equally in all directions. അപ്പോൾ ഒരു ക്ലോസ്ഡ് ആയിട്ട് കണ്ടെയ്നറിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ എല്ലാ ഡയറക്ഷനിലും ഈക്വലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ, ഒരു ഇൻപുട്ട് ഫോഴ്സ് കൊടുത്താൽ അതേ ഫോഴ്സ് അതിനോട് ഔട്ട്പുട്ടായിട്ട് വരാം. അപ്പോൾ പ്രഷറും സെയിം ആവും ത്രൂ ഔട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സൊക്കെ വളരെ എളുപ്പം ലിഫ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ലോ വെച്ചിട്ട്, അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ജാക്ക്, പിന്നെ ഡെൻറ്റിസ്റ്റ് ചെയർ എന്നൊക്കെ പറയണത്. അപ്പോൾ അതാണ് പാസ്കൽസ് ലോ. വളരെ സിമ്പിളായിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പോൾ അതെല്ലാവരും നോക്കുക. അടുത്തത് 2025 നവംബർ 2-ാം തീയതി ISRO ഭ്രമണപഥത്തിൽ എത്തിച്ച സ്പേസ് ക്രാഫ്റ്റ് CMS-03യുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 1-3 ആണ് ശരിയായിട്ടുള്ളത്. LVM-3 എന്ന വിക്ഷേപണ റോക്കറ്റാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളാണ്, ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സാണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന 3 ക്വാണ്ടം സംഖ്യകളാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഓർബിറ്റലുകളിൽ ഏതിനാണ് കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ ഒരേ ഊർജം ഉണ്ടായിരിക്കുക? അപ്പോൾ കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവത്തിൽ മെയിനായിട്ട് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് എന്നും അസിമ്യൂതൽ ക്വാണ്ടം നമ്പർ, അതായത് എല്ലും, ഇത് രണ്ടുമാണ് ഇതിൻ്റെ എനർജി ഡിറ്റർമിൻ ചെയ്യുക. കാരണം കാന്തിക ക്ഷേത്രത്തിൻ്റെ അഭാവം, അപ്പോൾ എമ്മിനോടെ വലിയ വാല്യൂ ഇല്ല, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളപ്പോൾ മാത്രമേ ഇതിനൊരു റെലവൻസ് ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്നും എല്ലും വാല്യൂസ് സെയിം ആയിട്ടുള്ള ഏതാ ഓപ്ഷൻസ് വരുന്നത്? 2ഉം 4ഉം അല്ല. അപ്പോൾ 2ഉം 4ഉം ആണ് ആൻസർ വരിക. ഇത് രണ്ടും 3D സബ്ഷെല്ലിൽ ഉള്ളതാണ്. അപ്പോൾ ഒരേ സബ്ഷെല്ലായതുകൊണ്ട് ഒരേ എനർജി ആയിരിക്കും വരിക. എങ്ങനെ ഇപ്പോൾ 3D നമുക്ക് മനസ്സിലായത്? എന്നിൻ്റെ വാല്യൂ 3 ആണ്, അപ്പോൾ 3. എല്ലിൻ്റെ വാല്യൂ 2 ആണ്, അപ്പോൾ D ആണ് വരിക. കാരണം 0 S, 1 എന്ന് പറയുന്നത് P, 2 എന്ന് പറയുന്നത് D ആണ് വരിക. 0, 1, 2 SPD. അപ്പോൾ N 3യും L 2 ആകുമ്പോൾ 3D സബ്ഷെല്ലാണ് വരിക. അങ്ങനെയാണ് രണ്ടും 3D സബ്ഷെല്ലായതുകൊണ്ട് രണ്ടിനും ഒരേ എനർജി ലെവലാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്.
ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഞാൻ PDF കൊടുക്കുക, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം കേട്ടോ ടെലിഗ്രാം ചാനലിൽ. താഴെ പറയുന്നവയിൽ ഏത് ക്രമീകരണമാണ് അതിന് നേരെ പരാമർശിച്ചിരിക്കുന്ന സ്വഭാവത്തിന് അനുസൃതമല്ലാത്തത്? അപ്പോൾ തെറ്റായിട്ടുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത്. അത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതിൽ B<C>N>O ആണ് അയണീകരണ ഊർജത്തിൻ്റെ ആരോഹണക്രമമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിൽ B<C കറക്റ്റാണ്, പക്ഷേ NOയും സ്വിച്ച് ചെയ്യണം. ഇതാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എന്നിന് നൈട്രജന് ഓക്സിജനെക്കാട്ടിയും സ്റ്റെബിലിറ്റി കൂടുതലാണ്. എങ്ങനെ? എന്നിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള p ഓർബിറ്റൽ കോൺഫിഗറേഷനാണുള്ളത്, sp3 ആണുള്ളത്. അപ്പോൾ എന്നിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലാണ് ഓനെക്കാട്ടി. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്തോറും അയണീകരണ ഊർജത്തിൻ്റെ അളവും കൂടും. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് B<C>O>N ആണ്. എന്നിനാണ് കൂടുതൽ അയണൈസേഷൻ എനർജി വേണ്ടത്, അയണൈസേഷൻ എനർജി ഉള്ളത്. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. ഇനി ലോഹസ്ഥാനചലന പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇരുമ്പ് കോപ്പർ സൾഫേറ്റിൽ നിന്നും കോപ്പറിനെ നീക്കം ചെയ്യുന്നു. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ളത്. അയണിന് കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെക്കാട്ടിയും റിയാക്റ്റീവാണ് അയൺ. അപ്പോൾ ഒരു മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിന് മാത്രമേ മെറ്റൽ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഒരു മെറ്റലിനെ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റലിന് മാത്രമേ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഒരു മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലിപ്പോൾ അയണ് കോപ്പർ സൾഫേറ്റിലെ കോപ്പറിനെക്കാട്ടിയും റിയാക്റ്റീവാണ്, റിയാക്ടിവിറ്റി കൂടുതലാണ്. സിങ്ക് മഗ്നീഷ്യത്തിനെക്കാട്ടിയും റിയാക്റ്റീവ് അല്ല. മഗ്നീഷ്യമാണ് സിങ്കിനെക്കാട്ടിയും റിയാക്റ്റീവ് ആയിട്ടുള്ളത്. കോപ്പറും അതേപോലെ തന്നെയാണ്. കോപ്പർ ലെസ് റിയാക്റ്റീവ് ദാൻ ലെഡ് ആണ്. മെർക്കുറി ഓൾസോ ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ സിങ്ക്. ഈ മെറ്റൽസിൽ, ഈ തന്നിട്ടുള്ള മെറ്റൽസിൽ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മഗ്നീഷ്യം, പിന്നെ സിങ്ക്, പിന്നെ അയണ്, പിന്നെ ലെഡ്, പിന്നെ കോപ്പർ, പിന്നെ മെർക്കുറിയാണ്. അപ്പോൾ ഇതിൽ അയൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ. അതുകൊണ്ടാണ് കോപ്പർ സൾഫേറ്റിൽ നിന്ന് കോപ്പറിനെ നീക്കം ചെയ്യുന്നത്. ആ ഫോർമുല ഏതാണെന്ന് വെച്ചാൽ, കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ Fe+CuSO4 gives FeSO4 + Cu. അപ്പോൾ ഈ പോയിന്റ് ഓർത്ത് വെക്കുക, മോർ റിയാക്റ്റീവ് മെറ്റൽ ഡിസ്പ്ലേസസ് മെറ്റൽ ഫ്രം സോൾട്ട് സൊല്യൂഷൻ. അടുത്തത്, അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ്? IgM ആണ്. IgM ആണ് ഫസ്റ്റ് റെസ്പോണ്ടർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? ജൈവ വൈവിധ്യം ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു. അപ്പോൾ ഇക്വേറ്ററിൽ നിന്ന് പോളാർ സൈഡിലോട്ട് പോകുന്തോറും ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ പോളാർ സൈഡിൽ എന്ന് പറഞ്ഞാൽ അതികഠിനമായിട്ടുള്ള ശൈത്യമാണ്, മാത്രമല്ല സൺലൈറ്റും വളരെ കുറവാണ്. അപ്പോൾ അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷൻസ് സർവേ ചെയ്യാൻ പറ്റുന്ന സ്പീഷീസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. വിച്ച് ഈസ് വെരി ലെസ്, അത്ര ഡൈവേഴ്സ് ഒന്നുമല്ല. നമ്മളറിയാം എത്ര, ഇപ്പോൾ അന്റാർട്ടിക്കയിലാണെങ്കിൽ പെൻഗ്വിൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. ഇപ്പോൾ നോർത്ത് സൈഡിലാണെങ്കിലോ നോർത്ത് പോളിലാണെങ്കിലോ പോളാർ ബേഴ്സ് അങ്ങനെയുള്ള കുറച്ച് അനിമൽസ് മാത്രമേ അവിടെ ഉള്ളൂ. അതുപോലെ തന്നെ ട്രീസും വളരെ ലെസ് ഡൈവേഴ്സ് ആണ്. ട്രീസ് ഉണ്ട്, പക്ഷെ വളരെ എന്താ പറയുക, നമ്മളിവിടെ ഉള്ള പോലെ പല ടൈപ്പ് ട്രീസോ അല്ലെങ്കിൽ പല ടൈപ്പ് സ്പീഷീസ് ആയിട്ടുള്ള അനിമൽസൊന്നും അവിടെ ഇല്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡൈവേഴ്സിറ്റി അവിടെ ഉള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ജൈവ വൈവിധ്യം അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഭൂമധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലോട്ട് പോകുന്തോറും കുറയുന്നു. അടുത്ത ചോദ്യം,
ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ എന്തിനെയാണ്? ഓപ്ഷൻ എ അല്ലേ, സന്ധികളിലെ കാർട്ടിലേജ് നശിക്കൽ. അടുത്ത ചോദ്യം, ഓനോതെറ ലാമാർക്കിയാന എന്ന സസ്യം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഏതാണ് ഓനോതെറ ലാമാർക്കിയാന? ഏത് സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്? പേര് നോക്കിയിട്ട് നേരെ ലാമാർക്ക് സിദ്ധാന്തം പോയിട്ട് ആൻസർ ചെയ്യരുത്, നെഗറ്റീവ് അടിച്ചിട്ട് വരും. ഓനോതെറ ലാമാർക്കിയാന എന്നുള്ളത് മ്യൂട്ടേഷൻ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സസ്യമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് ആൻസർ കിട്ടണമെന്നില്ല. പലപ്പോഴും നമുക്കങ്ങനെ കിട്ടാറുണ്ട്, ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ഹിൻഡ് തന്നിട്ടുണ്ടാവും ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല, എല്ലായ്പ്പോഴും എന്താ പറയുക, ചക്ക വീണ മുയൽ ചാവണമെന്നില്ല. അപ്പോൾ ഇതൊരു ട്രിക്ക് ക്വസ്റ്റ്യനാണ്. ലാമാർക്കിയാനെ കണ്ടിട്ട് ലാമാർക്ക് സിദ്ധാന്തം ആരും ഓപ്ഷനിൽ മാർക്ക് ചെയ്യരുത്. ഇപ്പോൾ ക്വസ്റ്റ്യനായിട്ട് പരിചയമില്ലാത്ത ഒരാൾ 90% അതാണ് കുത്തുള്ളൂ എക്സാം ടൈമിൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കുക, എല്ലാ ടൈമിലും അങ്ങനെ വർക്കായിക്കൊള്ളണമെന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ തെറ്റാനും ചാൻസ് ഉണ്ട്, നെഗറ്റീവ് അടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനി മ്യൂട്ടേഷൻ സിദ്ധാന്തം ആരുടെയാണ്? ഹ്യൂഗോ ഡിവ്രൈസിൻ്റെ ആണ്. ലാമാർക്ക് സിദ്ധാന്തം ജീൻ ബാപ്റ്റിസ്റ്റ് ലമാർക്ക്. മെൻഡേലിയൻ സിദ്ധാന്തം ഗ്രിഗർ മെൻഡൽ. ഇനി അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ദൗത്യം അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? ഏതാ? ഓപ്ഷൻ ബി അല്ലേ, ആയുഷ്മാൻ ഭാരത് PMJ. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തത് ശ്രീ നരേന്ദ്രമോദിയാണ്. ജാർഖണ്ഡിലാണ് ലോഞ്ച് ചെയ്തത് 2018 സെപ്റ്റംബർ 23-നാണ്. 5 ലക്ഷം രൂപയുടെ കവറേജാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും ഇതിൽ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നോക്കാണ്ട് തന്നെ ഇൻക്ലൂഡഡ് ആണ്. റിച്ച് ആയാലും ശരി പുവർ ആയാലും ശരി അവരിതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? എന്താണ്? അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അല്ലേ, അതാണ് ആശയുടെ പൂർണ്ണ രൂപം, അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. താഴെ പറയുന്നവയിൽ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്. അപ്പോൾ പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലാത്തതാണ് ചോദിക്കുന്നത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് പ്രഷറിൻ്റെ യൂണിറ്റ് അല്ലാത്തത്, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അത് എന്തിൻ്റെ യൂണിറ്റാണ്? ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. ബാക്കി ഓപ്ഷൻ എ സി ഡി എല്ലാം പ്രഷറിൻ്റെ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി മുകളിൽ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് യോജിച്ചത് കണ്ടെത്തുക. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അൾട്രാവയലറ്റ് രശ്മികൾക്ക് ഇൻഫ്രാറെഡ് വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, എക്സ്റേക്ക് ഗാമ വികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കൂടുതലാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ 2 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജം 20 kWh ആണ് എങ്കിൽ ആകെ ഊർജത്തിൻ്റെ അളവ് ജൂളിൽ എത്രയാണ്? അപ്പോൾ 1 kWh എന്ന് പറയുന്നത് 3.6 × 10⁻⁶ ജൂൾസ് ആണ്. അപ്പോൾ 200 kWh എന്ന് പറയുമ്പോൾ 200 × 3.6 × 10⁻⁶ ആണ് വരിക. അതിൻ്റെ ആൻസർ എന്താ? 720 × 10⁻⁶. ആ 720 എന്ന് ഒരു 10 അങ്ങോട്ട് ഇട്ടാൽ 72 × 10⁻⁷ ആവും. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 72 × 10⁻⁷ ജൂൾ. അപ്പോൾ ഇത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ ഒരു ചാർട്ടാണ്. ഇതിൽ കാണാം ഏതൊക്കെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ വരുന്ന വേവ്സ്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ് വേവ്സ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ് റേസ്, എക്സ്റേസ്, പിന്നെ ഗാമ റേസ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഏതാ? ഗാമ റേസിനാണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും വേവ് ലെങ്ത് കുറയും, ഫ്രീക്വൻസി കുറയും തോറും
വേവ് ലെങ്ത് കൂടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളതും ഏറ്റവും കുറവ് ഫ്രീക്വൻസി ഉള്ളതും റേഡിയോ വേവ്സിനാണ്. ഏറ്റവും കുറവ് വേവ് ലെങ്ത്തും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് ഗാമ റേസിനാണ്. അപ്പോൾ ഇങ്ങനെ ആണ് വരിക ഇതിൻ്റെ ഓർഡർ. ഇനി ഏറ്റവും കൂടുതൽ എനർജി ആർക്കാ വരിക? ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ള റേസിനാണ് ഏറ്റവും കൂടുതൽ എനർജി വരിക. അപ്പോൾ ഗാമ റേസിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്. അവിടെ നിന്ന് ഇങ്ങനെ എനർജി കുറഞ്ഞ് റേഡിയോ വേവ്സിനാണ് ഏറ്റവും കുറവ് എനർജി ഉള്ളത്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള EM വേവ്സും അതിൻ്റെ ആപ്ലിക്കേഷൻസും ആണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫെമിലിയർ ആക്കി വെക്കുക. ചോദിക്കുന്ന ഏരിയ ആണ്. ആപ്ലിക്കേഷൻസൊക്കെ PDF ടെലിഗ്രാം ചാനലുണ്ടാവും, നോക്കുക, ഡീറ്റെയിൽഡായിട്ട് നോക്കുക. ഇനി 2024 സമാധാനത്തിലുള്ള നോബൽ നേടിയത് ഏത് സംഘടനയാണ്? ഏതാണ്? ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള നിഹോൺ ഹിഡൻക്യു. അടുത്തത്, 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം. ഏതാണ്? മൊളാരിറ്റി ആണ് കേട്ടോ. ഇനി മോൾ ഫ്രാക്ഷൻ എന്താ? റേഷ്യോ ഓഫ് മോൾസ് ഓഫ് 1 കമ്പോണൻറ്റ് ടു ദ ടോട്ടൽ മോൾസ്. ഒരു കമ്പോണൻറ്റിൻ്റെ മോൾസും ടോട്ടൽ മോൾസും തമ്മിലുള്ള റേഷ്യോ ആണ് മോൾ ഫ്രാക്ഷൻ. മൊളാരിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെൻറ്റ്. 1 കിലോഗ്രാം സോൾവെൻറ്റിന് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്നുള്ളതാണ് മൊളാലിറ്റി എന്ന് പറയുന്നത്. നോർമാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ 1 ലിറ്റർ സൊല്യൂഷനിൽ എത്ര നമ്പർ ഓഫ് ഗ്രാം ഈക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടെന്നുള്ളതാണ് നോർമാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടുന്നു. ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു? ഇതിൽ ഏതൊക്കെയാണ് കോമ്പോണൻ്റായിട്ട് വരുന്നത്? പ്രഷറും വോളിയമാണ്. പ്രഷറും വോളിയം ഏത് നിയമമാണ്? അതിൻ്റെ റിലേഷൻഷിപ്പ് പറയണത് ബോയിൽസ് ലോ ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ ഇത് ഗ്യാസ് ലോസും അതിൻ്റെ ഇക്വേഷൻസും പിന്നെ ഗ്രാഫ്സും ആണ്. നോട്ട് ചെയ്ത് വെക്കുക. ചോദിച്ചിട്ടുള്ളതാണ്, ഗ്രാഫ് അടക്കം ചോദിച്ചിട്ടുള്ളതാണ് PSC. 2025 ചോദിച്ചിട്ടുള്ളൂ ഏതൊരു എക്സാമിന്. ഏത് എക്സാമെന്ന് ഞാൻ ഓർക്കുന്നില്ല, ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. ബോയിൽസ് ലോ എന്ന് പറയുന്നത് പ്രഷറും വോളിയവും തമ്മിലുള്ള ഇൻവേഴ്സ് റിലേഷനാണ്. ചാൾസ് ലോ വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷനും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ് വോളിയം ടെമ്പറേച്ചറും. ഇവിടെ പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, ഇവിടെ വോളിയം കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും. ചാൾസ് ലോ. ഗേ-ലൂസാക്സ് ലോ എന്ന് പറയുമ്പോൾ പ്രഷർ കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടും. ഇത് ഐഡിയൽ ഗ്യാസ് ലോ ആണ്. PV = nRT. അടുത്തത്, പാലിനാണോ തൈരിനാണോ pH മൂല്യം കൂടുതൽ? ഏതിനാണ്? പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. പാലിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 6.5 to 6.7 ആണ്. കേർഡിൻ്റെതോ 4.5 to 5 ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പാലിനാണ് pH മൂല്യം കൂടുതലുള്ളത്. ഇനി pH വാല്യൂ 7 and above എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള സ്വഭാവം കാണിക്കുന്നതും 7ൻ്റെ താഴെ എന്ന് പറയുന്നത് അസിഡിക്കും ആണ്. 7ൻ്റെ മുകളിൽ ബേസിക്കും 7ൻ്റെ താഴെ അസിഡിക്കും. 7 വാട്ടറിൻ്റെ വാല്യൂ കൂടിയാണ്, ഓർത്തിരിക്കുക. ഇനി ഗ്രാഫീൻ എന്താണ്? ഗ്രാഫീൻ എന്താണ്? കാർബണിൻ്റെ ഒരു അലോട്രോപ്പ് ആണല്ലേ. അടുത്ത ചോദ്യം, പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വൈറ്റമിൻ നഷ്ടപ്പെടാതിരിക്കാനാണ്? ഏതാണ്? വൈറ്റമിൻ സി ആണ് കേട്ടോ. വൈറ്റമിൻ സി വേവിച്ചാൽ അല്ലെങ്കിൽ ഹീറ്റ് ചെയ്താൽ നഷ്ടപ്പെടും. ഇനി കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, അത് ശരിയാണല്ലേ. സോയിൽ ഇറോഷൻ കുറക്കും. അടുത്തത്,
സുനാമിയെ തടയുന്നു. ഇവിടെ സുനാമി അല്ല, സുനാമിയാണ് അവർ ഉദ്ദേശിച്ചത്. അത് കറക്റ്റാണ്. ഈ സുനാമി വെച്ചിട്ട് ആരും ആൻസർ ക്യാൻസൽ ആക്കിയിട്ടില്ല. എന്താണാവോ? സാധാരണ ഇങ്ങനെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുമ്പോൾ ആൾക്കാർ ക്യാൻസൽ ആക്കാൻ കൊടുക്കാറുള്ളതാണ്. പക്ഷെ ആരും കൊടുത്തില്ല തോന്നുന്നു. അടുത്തത്, മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. കണ്ടൽക്കാട് ഉണ്ട് വെച്ചിട്ട് മത്സ്യസമ്പത്തൊന്നും കുറയില്ല. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് 1, 2 അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്ത ചോദ്യം, മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ്? തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഏതാണ്? നെല്ലിക്ക അല്ലേ? നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. അപ്പോൾ മോണകളിൽ നിന്ന് രക്തം പഴുപ്പൊക്കെ വരുന്നത് ഏത് രോഗം? സ്കർവി ആണല്ലേ? അപ്പോൾ സ്കർവിക്ക് വൈറ്റമിൻ സിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് സ്കർവി വരിക. അപ്പോൾ നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയുള്ള പഴങ്ങൾ കഴിക്കുക. അത് വൈറ്റമിൻ സി റിച്ച് ആണ്. അപ്പോൾ അത് കഴിക്കുക. അടുത്തത്, മനുഷ്യൻ്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. അതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ കേട്ടോ. ബാക്കി 3 ശരിയായിട്ടുള്ളതാണ്. ലിംഫ് കൊഴുപ്പിൻ്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ലഘു ഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ശരിയാണ്. ലിംഫ് രക്തത്തിൽ നിന്നും രൂപം കൊള്ളുന്നു. അതും ശരിയാണ്. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. അതും ശരിയാണ്. ഇത് വൈറ്റമിൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൊരു ഡയഗ്രമാണ്. പഴയ SCERT ബുക്കാണെന്ന് തോന്നുന്നു, ഉറപ്പില്ല, ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഇതിൽ വൈറ്റമിൻസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഫാറ്റ് സോല്യൂബിൾ ആണോ വാട്ടർ സോല്യൂബിൾ ആണോ എന്നുള്ള കാറ്റഗറൈസേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻസിൻ്റെ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അവ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഹെൽപ്ഫുൾ ആയിട്ടുള്ളതെന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ആവശ്യകത വൈറ്റമിൻസ് കൊണ്ടുള്ളത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ള അതിൻ്റെ ഒരു കോഡുണ്ട്. ഫാറ്റ് കേഡ എന്ന് പറഞ്ഞിട്ട് KEDA. ഫാറ്റ് സോല്യൂബിൾ ആയിട്ടുള്ളത് കേഡ. വൈറ്റമിൻ K, വൈറ്റമിൻ E, വൈറ്റമിൻ D, വൈറ്റമിൻ A. ഇനി വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളത് ഏതോ? അതിൻ്റെ കോഡ് ഞാൻ പറഞ്ഞുതരാം. WBC. വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ളത് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും, WBC. ഇനി അതിൻ്റെ സോഴ്സസ് കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ്റെ സോഴ്സ് വെജിറ്റബിൾ ഓയിൽസ് ആണ്. വൈറ്റമിൻ കെൻ്റെ സോഴ്സ് കാബേജ്, അമരാന്തസ്, കോളിഫ്ലവർ. വൈറ്റമിൻ സിൻ്റെ സോഴ്സ് ഫ്രൂട്ട്സ്, ഗൂസ്ബെറി, മുരിങ്ങ ലീവ്സ്, പപ്പായ. അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഗൂസ്ബെറി, നെല്ലിക്ക, കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ അത്. ഇനി വൈറ്റമിൻ ബി നോക്കുകയാണെങ്കിൽ സിറിയൽസ്, എഗ്സ്, മിൽക്ക്, ടാരോ ലീവ്സ്. പിന്നെ വൈറ്റമിൻ എ നോക്കുകയാണെങ്കിൽ ക്യാരറ്റ്, അമരാന്തസ്, മിൽക്ക് പ്രൊഡക്ട്സ്, ലിവർ, പീ ലീവ്സ്, ടാരോ ലീവ്സ്, മുരിങ്ങ ലീവ്സ്, ഇതൊക്കെയാണ്. ഇനി വൈറ്റമിൻ ഡി ആണെങ്കിൽ സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി ഫ്രം സൺലൈറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ മിൽക്ക് പ്രൊഡക്ട്സ്. ഇത് ഇനി ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ആവശ്യമുള്ളത് നോക്കാം. വൈറ്റമിൻ ഡി ഹെൽത്ത് ഓഫ് ബോൺ, പിന്നെ ടീത്ത്, പിന്നെ അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ആൻഡ് ഫോസ്ഫറസ്. ഇനി വൈറ്റമിൻ ഇ ആണെങ്കിൽ ഹെൽത്ത് ഓഫ് നെർവ്സ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനൊക്കെ ആവശ്യകരമായിട്ടുള്ള ഒരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. ഇനി വൈറ്റമിൻ കെ ഏതിനാണ് ആവശ്യം? ബ്ലഡൊക്കെ ക്ലോട്ട് ആവാനല്ലേ, മുറിയൊക്കെ പറ്റുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വൈറ്റമിൻ കെ ആവശ്യമാണ്. വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും ടീത്തിൻ്റെ ഹെൽത്തിനും ഗമ്മ് പിന്നെ ബ്ലഡ് സെൽസിൻ്റെയൊക്കെ ഹെൽത്തിന് വൈറ്റമിൻ സി ആവശ്യമാണ്. പിന്നെ വൈറ്റമിൻ ബിയോ യൂട്ടിലൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ ഇൻ ദ ബോഡി. പിന്നെ ഫോർമേഷൻ ഓഫ് RBC ആൻഡ് ഹെൽത്ത് ഓഫ് സ്കിൻ. വൈറ്റമിൻ എ ആണെങ്കിൽ കണ്ണിൻ്റെയും സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയൊക്കെ ഹെൽത്തിന് ആവശ്യമാണ്. വൈറ്റമിൻ എയും അവരുടെ പ്രാധാന്യം നമ്മൾ നേരത്തെ നോക്കിയത് തന്നെയാണ്. വൈറ്റമിൻ എ കണ്ണ്, ത്വക്ക്, തലമുടി എന്നിവയുടെ ആരോഗ്യം.
വൈറ്റമിൻ ബി തലച്ചോറ്, നാഡികൾ, ഹൃദയം, ത്വക്ക് എന്നിവയുടെ ആരോഗ്യം. വൈറ്റമിൻ സി പല്ല്, മോണ, രക്തക്കുഴലുകൾ എന്നിവയുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഡി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും. വൈറ്റമിൻ ഇ നാഡികളുടെ ശരിയായ പ്രവർത്തനത്തിന്. വൈറ്റമിൻ കെ മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ടപിടിക്കുന്നതിന്. ഇനി പ്രധാന ധാതുക്കളും അവ ഏതൊക്കെ ആഹാരത്തിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക, പിന്നെ അവയുടെ പ്രാധാന്യം. അയൺ, ഇരുമ്പ്, അത് എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുക? ഇലക്കറികൾ, ശർക്കര, മത്സ്യം, കരൾ. പിന്നെ അത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു ധാതുവാണ് അയൺ എന്ന് പറയുന്നത്. ഇനി കാൽസ്യം എവിടെ നിന്നൊക്കെയാണ്? മുട്ട, പാല്, ഇലക്കറികൾ, മത്സ്യം. എന്താ പ്രാധാന്യം? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും രക്തം കട്ട പിടിക്കുന്നതിനും സഹായിക്കുന്നു. അപ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് വൈറ്റമിൻ കെയും കാൽസ്യവും. ഇനി അയഡിൻ ഏതാ? കടൽ വിഭവങ്ങളിൽ നിന്നാണ് കിട്ടുക. അതിന് പ്രാധാന്യം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു. ഇനി വൈറ്റമിൻസും അപര്യാപ്ത രോഗങ്ങളും നോക്കാം. വൈറ്റമിൻ എ നിശാന്തത. വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഗ്ലോസൈറ്റിസ് എന്നുവെച്ചാൽ നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്ന അവസ്ഥയും. പിന്നെ വായ്പുണ്ണ്, ബെറിബെറി. ഇനി വൈറ്റമിൻ സി സ്കർവി എന്ന് വെച്ചാൽ മോണയിൽ നിന്നുള്ള രക്തസ്രാവം. വൈറ്റമിൻ ഡിയുടെ കുറവ് കാരണം കണ, അതായത് റിക്കറ്റ്സ്. ഇനി ധാതുക്കളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും നോക്കാം. അയണിൻ്റെ കുറവ് മൂലം അനീമിയ, അതായത് വിളർച്ച ഉണ്ടാവും. അയഡിൻ്റെ കുറവ് മൂലം ഗോയിറ്റർ. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഓസ്റ്റിയോപൊറോസിസ്. ഇനിയിവിടെ ഓസ്റ്റിയോപൊറോസിസും ഗോയിറ്ററും എന്താണെന്ന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥിക്ഷയം. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. ഇനി ഗോയിറ്റർ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ്റെ അഭാവം മൂലം തൊണ്ടയിലെ തൈറോയ്ഡ് ഗ്രന്ഥി വലുതാവുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ അഥവാ തൊണ്ടമുഴ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപ്പാദനത്തിന് അയഡിൻ അത്യാവശ്യമാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഓസ്റ്റിയോപൊറോസിസ് എന്താണ്, ഗോയിറ്റർ എന്താണ്, പിന്നെ അപര്യാപ്ത രോഗങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക, ശരിയാണ്. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക, അതും ശരിയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. അപ്പോൾ ഈ കൊടുത്തതെല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരിക. ഇനി പുല്ല്, മാൻ, കടുവ, കഴുകൻ, ഇങ്ങനൊരു ഫുഡ് ചെയിനോടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭക്ഷ്യ ശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര്? അപ്പോൾ ടെറിഷ്യറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഫസ്റ്റ് കൺസ്യൂമർ മാനാണ്, സെക്കൻഡ് കടുവയാണ്. അപ്പോൾ ടെറിഷ്യറി വരുന്നത് കഴുകൻ. ഓപ്ഷൻ സി കഴുകനാണ് ആൻസർ വരുന്നത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കാം. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു, ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിൻ്റെ പിതാവാണ്. അപ്പോൾ ആരെ പറ്റിയിട്ടാണ്? ഏണസ്റ്റ് റൂദർഫോർഡിനെ പറ്റിയിട്ടാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം. അപ്പോൾ ഇതിൽ ഏണസ്റ്റ് റൂദർഫോർഡാണ് ന്യൂട്രോൺസും കണ്ടെത്തിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ, അത് ശരിയാണ്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, അത് തെറ്റാണ്. 14ാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാർബൺ ഫാമിലിയാണ്. സംക്രമണ മൂലകങ്ങൾ, അതായത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് വരുന്നത് ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്, അത് ശരിയാണ്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലീഫാണ്, അത് തെറ്റാണ്. ട്രയാഡ്സ് ആരാം? ട്രയാഡ്സ് ഡോബറൈൻഡർ ആണല്ലേ, ഡോബറൈൻഡർ ആണ് ട്രയാഡ്സ്.
അപ്പോൾ ഓപ്ഷൻ 1 and 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു മോഡലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഗ്രൂപ്പ് 14 കാർബൺ ഫാമിലി, ഗ്രൂപ്പ് 15 നൈട്രജൻ ഫാമിലി, ഗ്രൂപ്പ് 16 ഓക്സിജൻ ഫാമിലി, ഗ്രൂപ്പ് 17 ഹാലജൻസ്, ഗ്രൂപ്പ് 18 നോബിൾ ഗ്യാസസ്, പിന്നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഗ്രൂപ്പ് 3 മുതൽ ഗ്രൂപ്പ് 12 വരെ ഉണ്ട്. ഗ്രൂപ്പ് 13 വരുന്നത് ബോറോൺ ഫാമിലിയാണ്. പിന്നെ ലാന്തനോട്സും ആക്ടിനോട്സും കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ്. ഹൈഡ്രജൻ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ ഒരു ഗ്രൂപ്പിലും വരില്ല. പിന്നെ ഗ്രൂപ്പ് 2ഉം ഗ്രൂപ്പ് 3യും ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിൻ്റെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും വസ്തുവിൻ്റെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുഭാഗമായും കാണപ്പെടുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? പാർശ്വിക വിപര്യം, അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ. ഇനി പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? വർക്കിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണല്ലേ. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ SI യൂണിറ്റാണ്. പാസ്കൽ പ്രഷർ, മീറ്റർ ലെങ്ത്. ഇനി വൈദ്യുത മോട്ടാറിലെ ഊർജ്ജമാറ്റം ഏതാണ്? ഇലക്ട്രിക് മോട്ടറിൽ വരുന്നത് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ആണല്ലേ. വൈദ്യുതി എടുത്തിട്ട് അത് മോട്ടർ കറങ്ങും, വൈദ്യുതി ഉപയോഗിച്ചിട്ട് മോട്ടർ കറങ്ങുന്നു. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ടു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇവിടെ ബേസിക് ആയിട്ടുള്ള SI യൂണിറ്റ്സിനും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള SI യൂണിറ്റ്സും പിന്നെ ഡിറൈവ്ഡ് ആയിട്ടുള്ള SI യൂണിറ്റ്സിൻ്റെയും ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫണ്ടമെൻ്റൽ ആദ്യം നോക്കാം. മീറ്റർ സിമ്പൽ സ്മോൾ ലെറ്റർ M ആണ്. അത് എന്തിൻ്റെയാണ്? ലെങ്ത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. ഇനി തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കെൽവിനാണ് യൂണിറ്റ്, സ്മോൾ ലെറ്റർ K. ഇലക്ട്രിക് കറണ്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ ആണ്, ക്യാപിറ്റൽ A. ടൈമിൻ്റെ സെക്കൻഡാണ്, സ്മോൾ s. ലൂമിനസ് ഇൻറ്റൻസിറ്റി കാൻഡിലയാണ്, സ്മോൾ CD. മാസ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്, സ്മോൾ kg. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് മോളാണ്, MOL, സ്മോൾ ലെറ്റേഴ്സ്. ഇതിലിപ്പോൾ നമുക്ക് ഡൗട്ട് വന്നത് ഇതെല്ലാം സ്മോൾ ലെറ്റർ ആണ് അല്ലേ, ഇത് മാത്രം എന്താ ക്യാപിറ്റൽ ലെറ്റർ എന്ന് നമുക്ക് ഡൗട്ട് തോന്നാം, സ്വാഭാവികമാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ യൂണിറ്റായിട്ട് കൊടുക്കുമ്പോൾ അത് ക്യാപിറ്റൽ ലെറ്ററായിട്ട് കൊടുക്കണം. ആംപിയർ എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്, അപ്പോൾ അതവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുക. ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററാണ്. ഇവിടെ ഉണ്ട് ഫാരഡേനെ ബേസ് ചെയ്തിട്ടാണ് ഫാരഡ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ F, വോൾട്ട് ക്യാപിറ്റൽ V, കൂളോംബ് ക്യാപിറ്റൽ C, ഹെൻറി ക്യാപിറ്റൽ H. അപ്പോൾ ഇങ്ങനെ ആൾക്കാരുടെ പേരായിട്ട് കൊടുക്കുമ്പോഴൊക്കെ ക്യാപിറ്റൽ ലെറ്ററാണ് കൊടുക്കേണ്ടത്. ന്യൂട്ടൺ, ജൂളൊക്കെ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, ബാക്കിയെല്ലാം സ്മോൾ ലെറ്റർ അല്ലേ. അപ്പോൾ ഈ ഡിറൈവ്ഡ് ആയിട്ടുള്ള യൂണിറ്റ്സ് നിങ്ങളൊന്ന് നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, പലതും ചോദിക്കാവുന്നതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിൻ്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ഉത്പാദനം, സബ്ലിമേഷനാണ് ഇതായിട്ട് ബന്ധമില്ലാത്തത്. അടുത്തത്, താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം ഏതാണ് കത്തുന്ന വാതകം? ഹൈഡ്രജൻ ആണല്ലേ കത്തുന്ന വാതകം. കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ, കത്തുന്ന വാതകം ഹൈഡ്രജൻ. അടുത്തത്, പ്രകൃതിദത്ത പോളിമറായ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ ആണ് കേട്ടോ. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാ? വിജാഗിരി സന്ധിയാണല്ലേ. ഇനി ഇത് മലയാളത്തിൽ ചിലർക്കിത് ഡൗട്ട് തോന്നാം. വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഇനി ഗോളര സന്ധി എന്ന് പറയുമ്പോൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. തെന്നി നീങ്ങുന്ന സന്ധി എന്ന് പറയുമ്പോൾ ഗ്ലൈഡിങ് ജോയിൻറ്റ് അഥവാ പ്ലെയിൻ ജോയിൻറ്റ്. കീലസന്ധി എന്ന് പറയുമ്പോൾ പൈവറ്റ് ജോയിൻറ്റ് അല്ലെങ്കിൽ പിവറ്റ് ജോയിൻറ്റ്. ഇതിൽ നമ്മളിപ്പോൾ ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നോക്കി പോവുക. 6 സൈനോവിയൽ ജോയിൻറ്റ്സ് ആണ് മെയിനായിട്ടുള്ളത്. സൈനോവിയൽ എന്ന് പറയുമ്പോൾ നമ്മളെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന സന്ധികൾ.
അപ്പോൾ ഇതാണ് പിവറ്റ് ജോയിൻറ്റ്, സാഡിൽ ജോയിൻറ്റ്, പ്ലെയിൻ ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, കോണ്ടിലോട്ട് ജോയിൻറ്റ്, പിന്നെ ഹിഞ്ച് ജോയിൻറ്റ്. ഹിഞ്ച് ജോയിൻ്റാണ് നമ്മളെ കൈമുട്ടിലും കാൽമുട്ടിലും വരുന്നത്. പിന്നെ ബോൾ ആൻഡ് സോക്കറ്റ് നമ്മളെ ഹിപ്സിലും പിന്നെ ഷോൾഡേഴ്സിലും വരുന്നുണ്ട്. പിവറ്റ് ജോയിൻറ്റ് കഴുത്തിൽ, പിന്നെ സാഡിൽ ജോയിൻറ്റ് നമ്മളെ വിരലുകളിൽ വരുന്നത്. പ്ലെയിൻ ജോയിൻറ്റ് നമ്മളെ കാലുണ്ടല്ലോ, നമ്മളെ എന്താ പറയുക, ആംഗിൾസിൽ വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് ജോയിൻറ്റ്സ്, ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതാണ്? കോളറയും ടൈഫോയിഡാണ്. കോളറയും ടൈഫോയിഡും എങ്ങനെയാണ് പകരുക? വാട്ടറിൽ കൂടെ, വെള്ളത്തിൽ കൂടെയാണല്ലേ. ഇനി താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? നമുക്ക് പ്രസ്താവനകൾ ഓരോന്നായിട്ട് നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്, അത് ശരിയാണ്. കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു, അതും ശരിയാണ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു, തെറ്റാണ്. യൂണിറ്റ് ന്യൂട്ടൺ ആണ്, അതും തെറ്റാണ്. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണല്ലേ. ഇനി അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതൊക്കെയാണ് വരിക? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം തെറ്റ്. മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ് കേട്ടോ. അടുത്തത്, സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എത്രയാണ്? 98.6 ഡിഗ്രി ഫാരൻഹൈറ്റ്. നമ്മൾ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയും. ഇതിൽ എയർബോൺ ആയിട്ടുള്ള ഡിസീസസിൻ്റെ എക്സാമ്പിൾസും അതിൻ്റെ വൈറസ് അല്ലെങ്കിൽ രോഗകാരികളാണ് കൊടുത്തിട്ടുള്ളത്. വൈറസ്, ബാക്ടീരിയ, ഫംഗി ഒക്കെ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ചിക്കൻ ബോക്സ് ഒരു വൈറസാണ്. വാരിസെല്ല സോസ്റ്റർ വൈറസാണ് ചിക്കൻ ബോക്സ് പരത്തുന്നത്. അതിൻ്റെ രോഗകാരി, പരത്തുന്നതല്ല, രോഗകാരി. പിന്നെ COVID-19 അത് കൊറോണ വൈറസാണ്. പിന്നെ ഇൻഫ്ലുവൻസ ടൈപ്പ് ബി വൈറസും ടൈപ്പ് എ വൈറസൊക്കെ ഉണ്ട്. മീസിൽസ്, മോർബിലി വൈറസ്, മംസ് വൈറസ്, കോമൺ കോൾഡ് റൈനോ വൈറസ്, റുബി വൈറസ്, റുബെല്ലെ, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. അതിൽ ട്യൂബർക്കുലോസിസ് ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്, മെനിഞ്ചൈറ്റിസും നോക്കി വെക്കുക. ഡിഫ്തീരിയ നോക്കി വെക്കുക. പിന്നെ ആസ്പെർജിലോസിസ് ഫംഗി ആണ്, ആസ്പെർജിലസ് എന്ന് പറഞ്ഞുള്ള ഫംഗി. അപ്പോൾ അതൊക്കെ നോക്കി വെക്കുക. ഇനി കോമൺ ആയിട്ടുള്ള വാട്ടർ ബോൺ ഡിസീസസ് ആണ്. അത് ടൈഫോയിഡ്, കോസേറ്റീവ് ഓർഗാനിസം, സാൽമണല്ല ടൈഫി, ഡൈസെൻട്രി, ഷിജല്ല ഡൈസെൻറ്ററി, കോളറ, വിബ്രിയോ കോളറെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അമീബിക് ഡൈസെൻട്രി എന്ന് പറയുന്നത് എൻഡമീബ ഹിസ്റ്റോളിറ്റിക്ക. പിന്നെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് വൈറസ് എ, പോളിയോമൈലൈറ്റിസ്, പോളിയോ വൈറസ്. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നതാണ് റിക്സിയ? ഏതാണ്? ബ്രയോഫൈറ്റ് ആണ്. ഓപ്ഷൻ ബി ബ്രയോഫൈറ്റ് ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എത്രയാണ്? ഓപ്ഷൻ സി ആണ് 270 മുതൽ 280 ദിവസം വരെയാണ് മനുഷ്യൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മാമൽസിൻ്റെ ലെങ്ത് ഓഫ് പ്രഗ്നൻസി കൂടി നോക്കാം. ക്യാമൽ 406 ദിവസമാണ്, ക്യാറ്റ് 62, കൗ 280, ചിമ്പാൻസി 237, ഡോഗ് 62, ഡോൾഫിൻ 276, എലിഫൻറ്റ്, ആഫ്രിക്കൻ എലിഫൻറ്റ് 640, ഫെററ്റ് 42, ഫോക്സ് 52, ജിറാഫ് 395 മുതൽ 425 ദിവസം വരെ, ഗോട്ട് 151, ഗിനിപിഗ് 68, ഹാംസ്റ്റർ 16, പിന്നെ ഹെഡ്ജോഗ് 35 മുതൽ 40 ദിവസങ്ങൾ വരെ, പിന്നെ ഹോഴ്സ് 337 ദിവസമാണ്. അടുത്തത് ഹ്യൂമൻ 266. അപ്പോൾ നേരത്തെ നമ്മൾ 270 മുതൽ 280 ദിവസം വരെ എന്ന് പറഞ്ഞല്ലേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ
ഫസ്റ്റ് ഡേ ഓഫ് ദി ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് നോക്കുകയാണെങ്കിൽ LMP നോക്കുകയാണെങ്കിൽ 280 ദിവസമാണ്. പക്ഷേ ഫെർട്ടിലൈസേഷൻ മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 266 ദിവസമാണ്. അപ്പോൾ അതാണ് ആ വ്യത്യാസം വരുന്നത്. ഒന്ന് LMP നോക്കുമ്പോൾ 280ഉം ഫെർട്ടിലൈസേഷൻ മുതൽ നോക്കുകയാണെങ്കിൽ 266ആണ് വരുന്നത്. അതാണ് ആ വ്യത്യാസം. അപ്പോൾ അത് മറക്കാതിരിക്കുക. 266, 280 അല്ലെങ്കിൽ 270 മുതൽ 280 ആ വ്യത്യാസമാണ് വരുന്നത്. ഇനി ഹയന ആണെങ്കിൽ 110, കങ്കാരു 40, ലയണ് 108, മങ്കി റീസസ് മങ്കി 164, മൗസ് 21, ഒറാങ്ങുട്ടാൻ 245 മുതൽ 275 വരെ, പിഗ് 113, റാബിറ്റ് 32, റാറ്റ് 21, റെയിൻഡിയർ 215 മുതൽ 245 വരെ, സീലാണെങ്കിൽ 350, ഷീപ്പ് 148, സ്ക്വിറൽ 44. ഇനി തന്മാത്രാ തലത്തിൽ ജീവികളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്ന സാങ്കേതിക വിദ്യ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഏതാണ്? DNA ബാർകോഡിംഗ് ആണ് കേട്ടോ. അടുത്തത്, താഴെ പറയുന്നവയിൽ ഏത് ഹോർമോണാണ് കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്? അത് ഓപ്ഷൻ ഡി മെലാറ്റോണിൻ ആണ്. ഏത് ഗ്ലാൻഡാണ് മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുക? പീനിയൽ ഗ്ലാൻഡാണ്. ഇതിപ്പോൾ നമ്മളെ ഹ്യൂമൻ ബോഡിയിലാണെങ്കിലും നമ്മളെ സ്ലീപ്പ് വേക്ക് സൈക്കിളൊക്കെ എന്താ പറയുക നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ സർക്കാരിൻ്റെ ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെലാറ്റോണിനാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യുക. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ മനുഷ്യനിൽ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്ന വൈറസ് ഏത്? ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് കേട്ടോ സെർവിക്കൽ ക്യാൻസറിന് കാരണമാകുന്നത്. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ആരോഗ്യക്ഷേമ പരിപാടി ഏത്? അത് ഓപ്ഷൻ സി അനുയാത്രയാണ്. അടുത്ത ചോദ്യം, ഡയോക്സിനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് പ്രസ്താവനകൾ നോക്കാം. വിഷാംശമുള്ളതും പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നതുമായ രാസവസ്തുവാണ് ഡയോക്സിൻ. കറക്റ്റാണ്. കൊഴുപ്പ് കലകളിൽ സംഭരിക്കപ്പെടുന്നു. കറക്റ്റാണ്. വ്യാവസായിക പ്രക്രിയകളുടെ ഉപോൽപ്പന്നങ്ങളാണിവ. അതും കറക്റ്റാണ്. ബൈ പ്രോഡക്റ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. മനുഷ്യരിൽ ഹോർമോൺ വ്യവസ്ഥക്ക് തകരാറുണ്ടാക്കുന്നതിനും ക്യാൻസറിനും കാരണമാകുന്നു. അതും കറക്റ്റാണ്. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഗുണമേന്മയുള്ള കൂണിനം ഏത്? ഏതാണ്? ഭീമ ആണല്ലേ. ഓപ്ഷൻ എ ഭീമ. അടുത്തത്, അസ്ഥികളുടെ ശരിയായ വളർച്ചയ്ക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും സഹായകമായ സവിശേഷ കോശങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഇതാണ് ഓസ്റ്റിയോബ്ലാസ്റ്റുകളാണ് കേട്ടോ കറക്റ്റ് ആൻസർ. വൈറ്റമിൻ B12 അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വൈറ്റമിൻ B12 അപര്യാപ്തത മൂലം മെഗാലോബ്ലാസ്റ്റിക് അനീമിയാണ് ഉണ്ടാവുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി വൈറ്റമിൻസും അതിൻ്റെ സൊല്യൂബിലിറ്റിയും ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡിസീസസും ഓവർഡോസ് ആയിട്ടുള്ള ഡിസീസസുമാണ്. അപ്പോൾ ഇതിൽ ഓവർഡോസ് ആയിട്ടുള്ള ഡിസീസസ് PSC ചോദിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി. ഡെഫിഷ്യൻസി ഡിസീസസ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. എന്തായാലും ഇതിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ ഉറപ്പാണ്. അപ്പോൾ വൈറ്റമിൻ എ ഫാറ്റ് സോലുബിൾ ആണ്. ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത് നൈറ്റ് ബ്ലൈൻഡ്നെസ്, ഹൈപ്പർ കെരാട്ടോസിസ്, കെരാട്ടോമെലാസിയ. വൈറ്റമിൻ B1 ആണെങ്കിൽ വാട്ടർ സോലുബിൾ ആണ്. അസുഖങ്ങൾ ബെറിബെറി, വെർണിക് കൊർസക്കോഫ് സിൻഡ്രോം. വൈറ്റമിൻ B2 ആണെങ്കിൽ വാട്ടർ സോലുബിൾ ആണ്. വൈറ്റമിൻ B എല്ലാം വാട്ടർ സോലുബിൾ ആണ്.
അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് പറയുന്നത് റൈബോഫ്ലാവിനോസിസ്. വൈറ്റമിൻ B3 അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് പെല്ലാഗ്രയാണ്. വൈറ്റമിൻ B5 കുറവ് മൂലം പരേത്തേസിയ. വൈറ്റമിൻ B6 കുറവ് മൂലം അനീമിയ പെരിഫറൽ ന്യൂറോപ്പതി. പിന്നെ വൈറ്റമിൻ B7 കുറവ് മൂലം ഡെർമറ്റൈറ്റിസും എൻഡറൈറ്റിസും. വൈറ്റമിൻ B9 കുറവ് മൂലം മെഗലോബ്ലാസ്റ്റ് ആൻഡ് ഡെഫിഷ്യൻസി ഡ്യൂറിങ് പ്രഗ്നൻസി. വൈറ്റമിൻ B12 നമ്മൾ നേരത്തെ പറഞ്ഞു, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം സ്കർവി. വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം റിക്കറ്റ്സും ഓസ്റ്റിയോമെലാസിയും. വൈറ്റമിൻ ഇൻ്റെ കുറവ് മൂലം മൈൽഡ് ഹീമോലൈറ്റിക് അനീമിയ ഇൻ ഇൻഫൻസ്, കുട്ടികളിൽ കേട്ടോ. ഇനി വൈറ്റമിൻ കെൻ്റെ കുറവ് മൂലം ബ്ലീഡിങ്ങും ഡയാത്തീസിസും. ഇനി നമുക്ക് വൈറ്റമിൻസും അവരുടെ കോമൺ ആയിട്ടുള്ള കെമിക്കൽ നെയിംസും നോക്കാം. കോമൺ ആയിട്ടുള്ള നെയിംസ് നമ്മൾ വിളിക്കുന്ന നെയിംസ് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി എന്നൊക്കെ പറയുന്ന പോലെ. ഇനി അവരുടെ കെമിക്കൽ നെയിംസ് നമുക്ക് നോക്കാം. വൈറ്റമിൻ എൻ്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് റെറ്റിനോളാണ്. വൈറ്റമിൻ എ റെറ്റിനോൾ. അങ്ങനെ ഓർത്താൽ മതി. വൈറ്റമിൻ എൻ്റെ കണ്ണിനല്ലേ കൂടുതലും സഹായിക്കുന്നത്. അപ്പോൾ റെറ്റിനോൾ, കണ്ണ്, റെറ്റിനോൾ, അങ്ങനെ ഓർത്താൽ മതി. വൈറ്റമിൻ ഡി കാൽസിഫെറോൾ. നമ്മൾ നേരത്തെ പഠിച്ചു കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനൊക്കെ വൈറ്റമിൻ ഡി സഹായിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി, കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. വൈറ്റമിൻ കെ ഫില്ലോക്വിനോൺ. വൈറ്റമിൻ B1 തയമിൻ. വൈറ്റമിൻ B2 റൈബോഫ്ലേവിൻ. വൈറ്റമിൻ B3 നയാസിൻ. വൈറ്റമിൻ B5 പാൻറ്റോത്തീനിക് ആസിഡ്. വൈറ്റമിൻ B6 പിരിഡോക്സിൻ. വൈറ്റമിൻ B7 ബയോട്ടിൻ. B9 ഫോളിക് ആസിഡ്. B12 സൈനോകബാലമിൻ. വൈറ്റമിൻ സി അസ്കോർബിക് ആസിഡ്. അപ്പോൾ അത്രയാണ് വൈറ്റമിൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്നത് ക്വാർക്കുകൾ എന്ന കണികകൾ കൊണ്ടാണ്. ഒരു അപ്പ് ക്വാർക്ക് +2/3 ഈ ചാർജ് ഉള്ളതും ഒരു ഡൗൺ ക്വാർക്ക് -1/3 ഈ ചാർജ് ഉള്ളതുമാണ്. ഇവിടെ ഈ ഇലക്ട്രോണിൻ്റെ ചാർജാണ്. എങ്കിൽ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ക്വാർക്ക് സംയോജനം ആകാൻ സാധ്യതയുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് ആൻസർ എങ്ങനെ വരാമെന്ന് നോക്കാം. പ്രോട്ടോണിന് +1 ഈ ചാർജാണുള്ളത്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്, +1 ന്യൂട്രോണ് ചാർജ് ലെസ് ആണ്, 0 ആണ്, അതിന് ചാർജേ ഇല്ല. അപ്പോൾ ഈ +2/3 അപ്പ് ക്വാർക്കിന് ചാർജ് തന്നിട്ടുണ്ട്, ഡൗൺ ക്വാർക്കിന് -1/3 ചാർജ് തന്നിട്ടുണ്ട്. ഇതുകൊണ്ട് എങ്ങനെ നമുക്ക് +1 പിന്നെ 0 കിട്ടുമെന്ന് നോക്കാം. ഏതൊക്കെ കോമ്പിനേഷനാണ്? 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും. എങ്ങനെയാണ്? +2/3 -1/3 2 2/3 ആഡ് ചെയ്താൽ എത്ര വരും? 4/3 വരും. അതിൽ നിന്നൊരു 1/3 മൈനസ് ചെയ്താൽ 3/3 എത്ര? 1. അപ്പോൾ 1 ഈ ചാർജ് വരണമെങ്കിൽ 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും വരണം. അപ്പോൾ പ്രോട്ടോണിനാണ് 1 ഈ ചാർജ് ഉള്ളത്, പ്രോട്ടോണ് പോസിറ്റീവ് 1 ആയതുകൊണ്ട്. അപ്പോൾ 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും വന്നാലേ പ്രോട്ടോണിന് +1 എന്നുള്ള ചാർജ് ആവുള്ളൂ. അത് ക്ലിയർ ആയോ? ഇനി ന്യൂട്രോണിന് 0 ആവണം, ന്യൂട്രൽ ആവണം. ന്യൂട്രോണിന് ചാർജ് ഇല്ലല്ലോ, അപ്പോൾ 0 ആവണം. എങ്ങനെ 0 ആക്കും? ഒരു അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും അല്ലേ? 2/3 2/3 -1/3 -1/3 എന്നുവെച്ചാൽ 2/3 -2/3, അപ്പോൾ 0 ആവും. അപ്പോൾ ഒരു അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും ഉണ്ടെങ്കിൽ ചാർജ് 0 ആവും. അപ്പോൾ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇതിൽ പ്രോട്ടോണ് 2 അപ്പ് ക്വാർക്ക് ഒരു ഡൗൺ ക്വാർക്ക്, 2/3 + 2/3 = 4/3 -1/3, അപ്പോൾ 3/3 വരും. 3/3 എത്ര? 1. അപ്പോൾ +1. പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് +1. ഇനി ന്യൂട്രോണോ? ന്യൂട്രോണ് 0 ചാർജാണ്. അപ്പോൾ 1 അപ്പ് ക്വാർക്ക് 2/3,
2 ഡൗൺ കോർക്ക്. അപ്പോൾ -1/3 പ്ലസ് -1/3. അപ്പോൾ എത്ര? -2/3. 2/3 -2/3 എത്ര? 0. അപ്പോൾ ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനോടൊപ്പം ലഭിക്കുന്ന ബൈ പ്രൊഡക്റ്റ് ഏതാണെന്നാണ്. ഇതാണ് വാട്ടർ. ഹൈഡ്രജനും ഓക്സിജനും ജലം. ചോദ്യത്തിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. ഇനി 6 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഉപരിതലത്തിലേക്കും അവിടെ നിന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിലേക്കും കൊണ്ടുപോകുന്നു. വസ്തുവിൻ്റെ മാസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ത്? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് ചോദ്യം വായിക്കുക. മാസാണ് ചോദിക്കുന്നത്, വെയിറ്റ് അല്ല. മാസിൻ്റെ പ്രത്യേകത എന്താ? മാസ് എവിടെ കൊണ്ടിട്ടാലും സെയിം ആവും. അപ്പോൾ ചന്ദ്രനിലായിക്കോട്ടെ, ചൊവ്വയിലായിക്കോട്ടെ, വ്യാഴത്തിലായിക്കോട്ടെ, ഇനിയിപ്പോൾ കടലിലായിക്കോട്ടെ, ഭൂമിയുടെ കേന്ദ്രത്തിലായിക്കോട്ടെ, എവിടെ കൊണ്ടിട്ടാലും മാസ് സെയിം ആവും. സ്പേസിലാണെങ്കിലും മാസ് സെയിം ആവും. മാസിനൊരു വ്യത്യാസം വരില്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എല്ലായിടത്തും 6 കിലോഗ്രാം. അപ്പോൾ അത് ഓർത്തിരിക്കുക. മാസ് കോൺസ്റ്റൻ്റ് ആണ്. മാറ്റം വരെ ഏതാണ്? വെയിറ്റിനാണ്. അത് ഓർത്തിരിക്കുക. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? ഇതിലേതാണ് ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത്? ഓപ്ഷൻ സി, ജൂൾ പെർ സെക്കൻഡ്. ഇത് എന്തിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ്? പവർ അല്ലേ? പവർ അഥവാ വാട്ടിൻ്റെ യൂണിറ്റാണ് ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ കിലോ വാട്ട് അവർ ഇലക്ട്രിക്കൽ എനർജി നമ്മൾ പറഞ്ഞു, ഇലക്ട്രിസിറ്റി, അതിൻ്റെ യൂണിറ്റാണ്. നമ്മളെ വീട്ടിലിപ്പോൾ കറണ്ട് ബില്ലൊക്കെ വരുമ്പോൾ ഈ യൂണിറ്റിലാണ് വരിക, കിലോ വാട്ട് അവർ. പിന്നെ ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ എർഗ്. എർഗ് എന്താണെന്ന് ഒരു ഡൗട്ട് ഉണ്ടാവും. എർഗ് നമ്മളിപ്പോൾ SI യൂണിറ്റ് അല്ലേ പറയുന്നത്. SI യൂണിറ്റിൽ ജൂള്, എനർജിൻ്റെ യൂണിറ്റ് ജൂള്. പക്ഷേ വേറെയും കുറേ എന്താ പറയുക യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ട്, മെട്രിക് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ CGS എന്ന് പറഞ്ഞ മെട്രിക് സിസ്റ്റത്തിലെ എനർജിയുടെ യൂണിറ്റാണ് എർഗ് എന്ന് പറയുന്നത്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് സ്ക്വയർ. അതും തന്നെയാണ്, എനർജിൻ്റെ യൂണിറ്റ് തന്നെയാണ്. അടുത്തത്, സാധാരണയായി നാം ഉപയോഗിക്കുന്ന താപനില സ്കെയിലുകളാണ് സെൽഷ്യസ് സ്കെയിൽ, ഫാരൻഹീറ്റ് സ്കെയിൽ, കെൽവിൻ സ്കെയിൽ എന്നിവ. സാധ്യമായ ഏറ്റവും താഴ്ന്ന താപനില ഈ 3 സ്കെയിലുകളിലും എത്രയാണ്? സെൽഷ്യസ് സ്കെയിലിൽ -273.15 ഡിഗ്രി സെൽഷ്യസും, ഫാരൻഹീറ്റ് സ്കെയിലിൽ -459.69 ഡിഗ്രി ഫാരൻഹീറ്റും, കെൽവിൻ സ്കെയിലിൽ 0 കെൽവിനുമാണ്. അബ്സല്യൂട്ട് 0. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി ചലനത്തെ സംബന്ധിച്ച ചില പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, പ്രവേഗം 0 ത്വരണവും 0. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് ഡൗട്ട് ഉണ്ടാവാം, എങ്ങനെ വെലോസിറ്റി 0 ആണെങ്കിൽ ആക്സലറേഷനും 0 ആവേണ്ടതെന്ന്. അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കല്ല് മുകളിലോട്ട് എറിഞ്ഞെന്ന് വിചാരിക്കും. അപ്പോൾ കല്ല് മുകളിലോട്ട് എറിഞ്ഞാൽ അതിൻ്റെ മാക്സിമം പോയിൻ്റ് എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി 0 ആവും. പക്ഷേ അതിലൊരു ആക്സലറേഷൻ ആക്ട് ചെയ്യേണ്ടപ്പോഴും വെലോസിറ്റി 0 എന്ന സ്ഥലത്ത് സാധനം തിരിച്ച് ഭൂമിയിലോട്ട് തന്നെ വരുമല്ലോ. അതെന്തുകൊണ്ടാണ്? അതിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി 0 ആയാലും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആക്സലറേഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കേസ് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഓപ്പോസിറ്റാണ്. അപ്പോൾ ഡിസ്പ്രൂവ് ചെയ്യണതാണ്. അപ്പോൾ ഓപ്ഷൻ 1 തെറ്റാണ്. ഇനി സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണം 0. അത് ശരിയാണ്. യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അവിടെ ആക്സലറേഷൻ ഉണ്ടാവില്ല. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വെലോസിറ്റിയിൽ ഒരു ചേഞ്ച് ഇല്ലാണ്ട് അത് യൂണിഫോമായിട്ട് തുടരുകയാണെങ്കിൽ ആക്സലറേഷൻ അവിടെ ഉണ്ടാവില്ല, അത് 0 ആവും. ഇനി നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ ദൂരവും സ്ഥാനാന്തരത്തിൻ്റെ അളവും തുല്യമാണ്. അത് ആക്ച്വലി ശരിയാണ്. നേർരേഖയിലാവുമ്പോൾ അതിൻ്റെ
ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആവും. പക്ഷേ പി എസ് സിയുടെ ആൻസർ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ബി ആണ്, 2 മാത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതല്ല, ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിക്കും വരിക. ഓപ്ഷൻ സി ആണ് ശരിക്കും വരിക, പക്ഷേ പി എസ് സി കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യുക, ഇവിടെ സിയും ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതിൻ്റെ അയിരിനെയാണ് ശക്തമായി ചൂടാക്കി ലോഹം വേർതിരിക്കാവുന്നത്? അപ്പോൾ അത് സിന്നബാറാണ്. മെർക്കുറിയുടെ ഓറായിട്ടുള്ള സിന്നബാറാണ് ആൻസർ. ഡോളമൈറ്റ് എന്തിൻ്റെ ഓറാണ്? മാഗ്നീഷ്യത്തിൻ്റെ ഓറാണല്ലേ. കെലാമിൻ എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഓറാണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ ഓറാണ്. അപ്പോൾ ഇതെല്ലാം റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും, മെറ്റൽസ് ആൻഡ് ഓർസ് എന്ന്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ മെറ്റൽസ് ആൻഡ് ഓർസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പാർട്ട് 1 കവർ ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക പാർട്ട് 1 നോക്കുമ്പോൾ. ഇനി പ്രകാശരശ്മി ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അപവർത്തനം സംഭവിക്കാത്ത ചില സാഹചര്യങ്ങൾ താഴെ പറയുന്നു. അതിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ആൻസർ. ഇതിൽ 3ഉം ശരിയാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. മാധ്യമങ്ങളുടെ പ്രകാശിക സാന്ദ്രത തുല്യമായാൽ അവിടെ റിഫ്രാക്ഷൻ ഉണ്ടാവില്ല. പ്രകാശരശ്മി മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ ലംബമായി പതിച്ചാൽ അപ്പോഴും ഉണ്ടാവില്ല. 2 മാധ്യമങ്ങൾക്കും ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആയാൽ അതും ശരിയാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഇവിടെ ശരിയാണ്. അടുത്ത ചോദ്യം, ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം ഇ ആണെങ്കിൽ അതിൻ്റെ ഗതികോർജവും ആകെ ഊർജവും എത്ര? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് തന്നിട്ടുണ്ട്, ഇ ആണ്. കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജിയും ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം ഇ ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി, ഗതികോർജം എന്ന് പറയുന്നത് ആ സ്ഥിതികോർജത്തിൻ്റെ പകുതിയുടെ നെഗറ്റീവ് ആവും. അപ്പോൾ പകുതിയുടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ E/2 മൈനസ് E/2 അതാണ് കൈനറ്റിക് എനർജി ആണല്ലോ. ഒരു ഉപഗ്രഹത്തിൻ്റെ സ്ഥിതികോർജം ഇ ആണെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ആ സ്ഥിതികോർജത്തിൻ്റെ പകുതിയുടെ നെഗറ്റീവ് ആവും. അപ്പോൾ സ്ഥിതികോർജം അവിടെ തന്നിരിക്കുന്നത് ഇ ആണ്, കൈനറ്റിക് എനർജി അപ്പോൾ പകുതിയുടെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് E/2. ഇനി ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി ആണല്ലോ സ്ഥിതികോർജം പ്ലസ് ഗതികോർജം. അപ്പോൾ സ്ഥിതികോർജം അവിടെ തന്നിരിക്കുന്നത് ഇ ആണ്, ഗതികോർജം മൈനസ് E/2 ആണ്. അപ്പോൾ ഇ പ്ലസ് മൈനസ് E/2 എത്രയാണ്? ഇ പ്ലസ് മൈനസ് E/2 എന്ന് പറയുമ്പോൾ ഇ മൈനസ് E/2 എത്രയാണ്? E/2 പ്ലസ് E/2 അല്ലേ. 1 മൈനസ് 1/2 എത്ര? 1/2 അല്ലേ. അതുപോലെ ഇ മൈനസ് E/2 എന്ന് പറയുമ്പോൾ E/2. അപ്പോൾ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ബി ആണ്. ഗതികോർജം മൈനസ് E/2 ആകെ ഊർജം E/2. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷന് PDF ഉണ്ടാവും, നോക്കുക. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീഫാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസ്ലിയാണ്. ഈ ആവർത്തന പട്ടികകളുടെ അടിസ്ഥാനം എന്ത്? അപ്പോൾ പീരിയോഡിക് ടേബിൾസിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് മെൻഡലീഫും മോസ്ലിയും പീരിയോഡിക് ടേബിൾ അവരവരുടെ മോഡൽ ഉണ്ടാക്കിയതെന്നാണ്. അപ്പോൾ മെൻഡലീഫ് അറ്റോമിക് മാസും മോസ്ലി അറ്റോമിക് നമ്പറും ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. സ്റ്റേജ് 3 ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 3 അഡ്മിറ്റ് കാർഡൊക്കെ റിലീസ് ആയിക്കണ്. അപ്പോൾ എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ, 2 ആഴ്ച തികച്ചില്ല. 10th പ്രിലിംസും ഡേറ്റ് വന്നിക്കണ്. ജൂലൈ 18 ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും. ഒരു ദിവസമാണ് 2 ഫേസ് നടത്തുന്നത്. ഓഗസ്റ്റ് 1 3rd ഫേസും 4th ഫേസും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനും ഇനി
1 മാസം 1.5 മാസമൊക്കെ ഉള്ളൂ. അപ്പോൾ 2 എക്സാം എഴുതുന്നവർക്കും ഡിഗ്രി പ്രിലിംസും 10th പ്രിലിംസും 2 പേർക്കും ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കുന്നു. എക്സാംസിന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി അധികം സമയം കളയാനൊന്നുമില്ല, പഠിച്ചെത്തൂല. അല്ലെങ്കിൽ 10th പ്രിലിംസ് എഴുതാൻ പോണവരും നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, ഹാർഡ് വർക്ക് ചെയ്യുക. എല്ലാവരും നല്ലപോലെ പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റുക. പഠിച്ചാൽ മാത്രം പോരാ, എക്സാമും നന്നായിട്ട് എഴുതാൻ പറ്റണം. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻസൊക്കെ വായിക്കുക. പല ക്വസ്റ്റ്യൻസും നമുക്ക് തോന്നും ക്വസ്റ്റ്യൻ കണ്ടാൽ ചിലപ്പോൾ ഇതാവും ആൻസർ വന്നു, ചിലപ്പോൾ അതാവൂല. എല്ലാ ടൈമിലും അത് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ച് എഴുതുക. നമ്മൾ ഇതിൽ തന്നെ 2-3 എക്സാമ്പിൾ കണ്ടു. ശ്രദ്ധയോടെ എക്സാം എഴുതുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ് ആൻഡ് all the best everyone for all your exams.